ചൊവ്വാദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7-ൽ ചൊവ്വ 8-ൽ ചൊവ്വ, ഇതാണ് പ്രശ്നം. ഭാര്യ മരിക്കും, ഭർത്താവ് മരിക്കും, പങ്കാളി മരിക്കും എന്നുള്ളതാണ്. ഈ പങ്കാളി മരിക്കും എന്ന് പറയുന്ന ചൊവ്വയ്ക്ക് വരെ നിങ്ങൾ വേറെ ഏതെങ്കിലും ഗ്രഹത്തെ എടുത്തു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ 7-ൽ ബുധൻ വന്നു കഴിഞ്ഞാൽ പങ്കാളി മരിക്കും എന്നാണ് വിശ്വാസം എന്നിരിക്കട്ടെ, ഇതേ കണക്ക് വർക്ക് ചെയ്യും, യാതൊരു സംശയമില്ല. കൃത്യമായിട്ട് ഇതേ കണക്ക്. 7-ൽ ചൊവ്വ മാറ്റിയിട്ട് 7-ൽ വ്യാഴം വന്നു കഴിഞ്ഞാൽ പങ്കാളി മരിക്കും എന്നായിക്കോട്ടെ, ഇതേപോലെ വർക്ക് ചെയ്യും. ഇദ്ദേഹം പറഞ്ഞിട്ടല്ലോ, ഇത് ശരിക്കും ഒരു കൊപ്പയാണ്. കൊപ്പയെന്ന് പറഞ്ഞാൽ കൊതിയും പേടിയും. ജ്യോതിഷം പറയുന്നത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, നിങ്ങളെ പേടിപ്പിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പേടിച്ചു പോകും. 7-ൽ ചൊവ്വ എന്ന് പറയുമ്പോൾ 7-ൽ ചൊവ്വ ആരും കല്യാണം കഴിക്കും. ഉദാഹരണമായിട്ട് ലോകമെമ്പാടുമുള്ള ആൾക്കാർ ഈ ചൊവ്വ എന്ന് പറയുന്ന 7-ൽ ചൊവ്വ എന്നുള്ള പ്രശ്നത്തെക്കുറിച്ച് യാതൊരു കൺസേണും ഇല്ലാതെ വിവാഹം കഴിച്ച് ജീവിച്ച് മരിച്ച് വീണ്ടും കഴിച്ച് അങ്ങനെ പോയ തലമുറകളാണുള്ളത്. ഇപ്പൊ നമുക്കറിയാം, ഗുഹാമനുഷ്യൻ, കാട്ടുമനുഷ്യൻ, നാട്ടുമനുഷ്യൻ. ഇവിടെ വിവാഹം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ വന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആന്ത്രോപോളജി നോക്കുമ്പോൾ അടുത്തിടെയാണ്. തൊഴിലെന്ന് പറയുന്ന സാധനം, ഔദ്യോഗികമായിട്ട് തൊഴിലെന്ന് പറയുന്നത് അടുത്തിടെയാണ്. പണ്ട് മനുഷ്യൻ നായാടി പെറുക്കി ജീവിച്ചിരുന്ന ആളാണ്, അവന് വിവാഹമില്ല. വിവാഹമില്ലാത്ത അവസ്ഥയിൽ ഈ ഗ്രഹങ്ങളും അതേപോലെ തന്നെ രാശികളും ഒക്കെ ഈ മനുഷ്യനോട് എന്ത് ചെയ്യുകയായിരുന്നു നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്? അവരെന്ത് ചെയ്യുകയായിരുന്നു? ഇവര് കല്യാണമൊക്കെ തുടങ്ങട്ടെ, ഒരു സ്ഥാപനമൊക്കെ ആവട്ടെ, രജിസ്റ്റർ മാരിയൊക്കെ ആയിട്ട് നമുക്ക് പീഡിപ്പിക്കാം എന്ന് കരുതിയിരുന്ന എന്നുള്ള ചോദ്യമുണ്ട്. ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും ഉണ്ടെങ്കിൽ അവ ആദ്യം തന്നെ അങ്ങനെ തന്നെ ചെയ്യേണ്ടതാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഭാവിയും നമ്മുടെ വർത്തമാനവും എല്ലാം നിശ്ചയിക്കുന്ന എന്താണ്? നമ്മളുടെ കയ്യിലിരിപ്പ്, നമ്മുടെ വായിലിരിപ്പ്, നമ്മുടെ വീട്ടിലിരിപ്പ്, നമ്മുടെ നാട്ടിലിരിപ്പ്. വീട്ടിലിരിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ സമ്പത്ത്. നിങ്ങൾ ഐജിയുടെ മോള് ലിജിക്ക് ഭയങ്കര ആത്മവിശ്വാസവും അഹങ്കാരമായിരിക്കും. അതേസമയം ഓട്ടോ ഓടിക്കുന്ന തങ്കമണിയുടെ മോൾക്ക്, തങ്കപ്പൻ്റെ മോള് തങ്കമണി, അവളിങ്ങനെ ചുളുങ്ങിയൊക്കെ നിൽക്കും. കാര്യം വീട്ടിലിരിപ്പ് ഗുണമല്ല. പിന്നെ നാട്ടിലിരിപ്പ്, നിങ്ങൾ താലിബാൻ ഉള്ള ഒരു സ്ഥലത്താണെങ്കിൽ നിങ്ങളുടെ സ്വഭാവം അതേ കണക്കായിരിക്കും. നിങ്ങൾ സ്വിറ്റ്സർലൻഡ് ആണെങ്കിൽ നിങ്ങൾ കുറച്ച് ലിബറൽ ആയിരിക്കും. സ്വീഡനിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വെളിവുണ്ടാവും. നിങ്ങൾ സോമാലിയയിലാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെയും പ്രശ്നമാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഗതി നിശ്ചയിക്കുന്നത്. കയ്യിലിരിപ്പ്, വായിലിരിപ്പ്, നാട്ടിലിരിപ്പ്, വീട്ടിലിരിപ്പ്. ഇനി ജന്മത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ജനനമില്ല. ജനനം എന്ന് പറഞ്ഞ സാധനമില്ല, അദ്വൈത പ്രകാരമില്ല, പുരാണ പ്രകാരമില്ല, സയൻസ് പ്രകാരമില്ല. ജനനം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ജന്മരാശിയാണ് എടുക്കുന്നത്? അതിനവർ പറയുന്നത് ഉദയം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വലിയൊരു കൺസെപ്റ്റാണ് ഉദയം. ഈ ഗോളങ്ങളൊക്കെ ഉദിച്ചു വരുന്നതിനെ കുറിച്ച് പറഞ്ഞത്. സൂര്യോദയം എന്ന് പറയുന്നത് ഉണ്ടോ? അങ്ങനെ സാധനം ഉണ്ടോ? സൂര്യോദയം ഉള്ളത് നിങ്ങൾ ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് സൂര്യോദയം ഉള്ളത്. നിങ്ങളിപ്പോൾ ഒരു സ്പേസ് വെഹിക്കിളിനകത്താണെങ്കിൽ നിങ്ങൾ ഒരു ദിവസം തന്നെ 15-18 ഉദയങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കുറെ കൂടെ സ്പീഡ് കൂട്ടാന്നുണ്ടെങ്കിൽ ഉദയം, കുറച്ചുകൂടെ സ്പീഡ് കൂട്ടാന്നുണ്ടെങ്കിൽ 30-40 എത്ര ഉദയങ്ങളും ആകാം. ഇനി ഭൂമിയിൽ എവിടെയൊക്കെ ഉദയങ്ങൾ എങ്ങനെയൊക്കെ ഉള്ളത്? നിങ്ങൾ ധ്രുവത്തിൽ ചെന്ന് കഴിഞ്ഞാൽ 6 മാസം പകലാണ്. പിന്നീടും ആ സൂര്യന്റെ പരശോഭം നിലനിൽക്കുന്നുണ്ട്. ഏതാണ്ട് 7.25 മാസം ഉത്തര ധ്രുവത്തിൽ പകലാണ്.